സർഗാത്മകർക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഇവിടെ ജനിച്ച് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മരിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടിയാണ് എന്നെല്ലാവരും പറയും. പക്ഷേ മരിക്കാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്. മരിക്കാത്തവരാണ് നാം എന്ന് ബോധിക്കാനാണ്. നമ്മൾ മരിക്കുന്നില്ല, മരിക്കുന്നത് ദേഹമാണെന്ന സത്യം ബോധിക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ ജീവിക്കുന്നത്. അതിനാൽ നാം മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. ഒരുപക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് ശ്രേഷ്ഠമായ ഒരു ലോകവും, ദുഷ്ടകർമ്മങ്ങൾ ചെയ്താൽ നികൃഷ്ടമായ ഒരു ലോകവും ഉണ്ടെങ്കിലോ അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ തിരുത്താൻ നമുക്ക് പറ്റുമോ? ഇപ്പോൾ ഈ ജീവിത അവസരത്തിലല്ലേ തിരുത്തേണ്ടത്. എനിക്ക് എത്ര അവസരമുണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ സത്കർമ്മങ്ങൾ ചെയ്തില്ലല്ലോ, പലർക്കും ദ്രോഹമായ കർമ്മം മാത്രമാണല്ലോ ചെയ്തത് എന്ന് അപ്പോൾ പശ്ചാത്തപിച്ചിട്ട് പ്രയോജനമില്ല. ഇനി ഇപ്പോഴിവിടെ ജീവിക്കുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണോ ദുഷ്കർമ്മം ചെയ്യുമ്പോഴാണോ നമുക്ക് സുഖം തോന്നുക? അതെല്ലാവർക്കും അറിയാം. മറ്റൊരാളെ സഹായിക്കുമ്പോൾ അതിൻ്റെ ആ പ്രത്യാഘാതം സന്തോഷരൂപത്തിൽ നമുക്ക് അനുഭവമാകും. അതിനാൽ മറ്റുള്ളവർക്കും തനിക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്ന കർമ്മം ചെയ്യുമ്പോൾ എനിക്കും സുഖമാണ്, അവർക്കും സുഖമാണ്. അവർക്ക് സുഖമുണ്ടായാൽ എനിക്കും സുഖമാണ്. അങ്ങനെയുള്ള കർമ്മത്തിന് പുണ്യകർമ്മം എന്നും, മറ്റുള്ളവർക്ക് ദുഃഖം വരുന്ന വിധത്തിൽ എന്ത് ക്ലേശം സഹിച്ചും ചെയ്യുന്ന കർമ്മത്തിന് പാപകർമ്മം എന്നും പറയുന്നു. അതിനാൽ നാം ഇവിടെ ജീവിക്കുമ്പോൾ ഇപ്പോൾ തന്നെ സുഖവും സംതൃപ്തിയുമല്ലേ നേടേണ്ടത്? പുണ്യകർമ്മം ചെയ്യുമ്പോൾ സുഖമാണ് ഏതൊരാൾക്കും ഉണ്ടാവുന്നത്. പാപകർമ്മം ചെയ്യുമ്പോൾ സ്വന്തം നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു നീറ്റലാണ് അനുഭവമാവുക. പുണ്യകർമ്മത്താൽ മനുഷ്യൻ ദിവ്യ ലോകഭോഗങ്ങളും നേടും. എണ്ണ തീർന്നാൽ കെടും ദീപം കണക്കുതാൻ പുണ്യമറ്റിങ്ങുടൽ നേടും. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് വർണ്ണിക്കുകയാണ് മരണശേഷം എന്തായിരിക്കും എന്നുള്ളത്. ഇവിടെ തന്നെ പുണ്യകർമ്മം ചെയ്താൽ നമുക്ക് സുഖമാണ് അനുഭവമാകുന്നത്. അവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ പ്രത്യാഘാതം സന്തോഷവും സംതൃപ്തിയുമാണ്. പുണ്യകർമ്മം ചെയ്താൽ, അതായത് മറ്റുള്ളവർ അവശരായവരെ താങ്ങുമ്പോൾ, അവർക്ക് ആശ്രയം നൽകുമ്പോൾ, അതിനാണ് പുണ്യകർമ്മം. പുണ്യകർമ്മത്താൽ പുണ്യകർമ്മം മനുഷ്യൻ ചെയ്താൽ ദിവ്യ ലോകഭോഗങ്ങളും നേടും. ദിവ്യമായ ലോകത്തേക്ക് പ്രവേശനമുണ്ടാകും. നമുക്ക് ഈ കാണുന്ന പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. അത് നല്ല ചിന്തകളാണ് നമ്മുടെ മനസ്സിലെങ്കിൽ ആ സൂക്ഷ്മ ശരീരം അത്യന്തം പ്രകാശ നിർമ്മിതമായിരിക്കും. എന്നാൽ നികൃഷ്ടമായ അസൂയ, പക, വിദ്വേഷം, പ്രതികാരം മുതലായ ദുഷിച്ച ചിന്തകളെ കൊണ്ടാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം നിറച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ഇരുളടഞ്ഞ ഒരന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക. അത് ഇരുണ്ടതും അത് ഭാരമേറിയതുമായിരിക്കും. ഭാരമുള്ള ഒരു വസ്തുവിന് ഉയരാൻ വിഷമമാണ്. ഭാരമില്ലാത്ത വസ്തു കാറ്റിൽ പറക്കുന്നത് പോലെ മുകളിലേക്ക് ഉയർന്നു പോകുന്നു. അപ്രകാരം ദുഷിച്ച ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു കൂടുകയാണെങ്കിൽ, മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മനസ്സ്. മനസ്സ്, പ്രാണൻ, ബുദ്ധി
ഈ മൂന്നും കൂടെ ചേർന്നതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അത് മനസ്സെപ്രകാരമുള്ളതാണോ അതിനനുസരിച്ചായിരിക്കും ബുദ്ധിയും. ബുദ്ധി മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണെങ്കിൽ തന്നെയും ആ മനസ്സിന് അടിമ ബുദ്ധി ആയിക്കഴിഞ്ഞാൽ മനസ്സിൻ്റെ സ്വേച്ഛയ്ക്കനുസരിച്ചായിരിക്കും ബുദ്ധി പ്രവർത്തിക്കുക. എന്നാൽ വിവേകം ബുദ്ധിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവർ ബുദ്ധി മനസ്സിനെ തൻ്റെ സ്വാധീനത്തിൽ നിർത്താൻ സാധിക്കുന്നു. ദുരാചാരങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ അതിൽ നിന്നും പിന്തിരിച്ച് സദാചാരങ്ങളിലേക്ക് തിരിച്ചുവിടാൻ സഹായിക്കും ബുദ്ധി. അങ്ങനെ ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കി നേർവഴിയിലേക്ക് നയിച്ചാൽ അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. എന്നാൽ മനസ്സിനടിമപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണെങ്കിൽ മനസ്സ് ഏത് വഴിക്ക് നയിക്കുന്നുവോ ആ വഴിക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവരുടെ ജീവിതം ഇരുളടഞ്ഞതും ഭാരമേറിയതും ദുഃഖാത്മകവുമായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവനെ, അതായത് നമ്മുടെ മനസ്സിൻ്റെ പിടിയിൽ നിന്നും സ്വതന്ത്രമായി ജീവനെ ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് നയിക്കേണ്ടതാണ്. പുണ്യകർമ്മത്താൽ മനുഷ്യൻ ദിവ്യലോകഭോഗങ്ങളും നേടും. എണ്ണ തീർന്നാൽ കെടും ദീപം കണക്കുതൻ പുണ്യമറ്റിങ്ങുടൽ നേടും. എന്നിട്ട് എണ്ണ തീർന്നാൽ കെടും ദീപം കണക്കുതൻ. നമ്മൾ പുണ്യകർമ്മങ്ങൾ കുറേ ചെയ്തു, പാപകർമ്മങ്ങളും കുറേ ചെയ്തു. രണ്ടിൻ്റെയും അനുഭവം തീർന്നാൽ, എണ്ണ തീർന്നാൽ വിളക്ക് കെടുന്നത് പോലെ നാം ചെയ്തു വച്ച സുഹൃതവും ദുഷ്കൃതവും എന്തായാലും അത് തീർന്നാൽ വീണ്ടും ഭൂമിയിൽ വന്ന് പുതിയ കർമ്മത്തിനനുസരിച്ച് പുതിയ ശരീരം എടുക്കുന്നു. അതാണ് പുണ്യമറ്റി ഉടൽ നേടും. പുണ്യമൊക്കെ തീർന്ന് വീണ്ടും ഇവിടെ ഉടൽ തേടും. അങ്ങനെ കിട്ടിയ ഒരു ഉടലിലാണിപ്പോൾ നാം ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉടൽ എന്ന് പറഞ്ഞാൽ ശരീരം, ഈ ശരീരം ഉപയോഗിച്ച് നാം ഏറ്റവും ഉത്കൃഷ്ടമായ പദത്തിലേക്ക് ഉയരാനാണ് പരിശ്രമിക്കേണ്ടത്. ഉയരാൻ നാം ശ്രമിച്ചിട്ടില്ലെങ്കിൽ പതനമായിരിക്കും നമുക്കുണ്ടാവുന്നത്. കാരണം നമ്മുടെ മനസ്സ് അപ്പോൾ നികൃഷ്ടമായ വികാരതലങ്ങളിലേക്ക് താഴ്ന്നു പോകും, ഉയരാൻ ശ്രമിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ഏറ്റവും ഉന്നതമായ ചിന്തകളെ കൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുകയും ജീവിതത്തെ നിറയ്ക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നാം ഉത്കൃഷ്ടമായ പദത്തിന് അർഹരായിത്തീരുന്നു. അപ്പോൾ പുണ്യലോകങ്ങളിൽ നാം ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിനുടമയും പരിപൂർണ സ്വാതന്ത്ര്യം ലഭിക്കാൻ പറ്റിയ വിധത്തിലുള്ള ഒരു ശരീരം കിട്ടാൻ ഭൂമിയിൽ വരികയും ചെയ്യും. ആ ശരീരത്തിൽ വരുമ്പോൾ പിന്നെ നമ്മൾ പൂർണ്ണ സ്വതന്ത്രരായി ഈശ്വരത്വത്തിലേക്ക് എത്താൻ പറ്റുന്ന വിധത്തിലുള്ള ജീവിതമായിരിക്കും ഇവിടെ നയിക്കുക. ഇപ്രകാരം വീണ്ടും വീണ്ടും നമ്മൾ ശരീരം എടുത്ത് ശരീരത്തിലൂടെ പാകപ്പെട്ട് വന്ന് ഉയർന്ന അവസ്ഥയിൽ എത്തുമ്പോൾ ഒരു ശരീരത്തിൽ വെച്ച് തന്നെ നാം ആ പരമമായ അവസ്ഥ അറിയുകയും നമ്മുടെ സർവ സൂക്ഷ്മ ശരീരത്തിലെ സർവകർമ്മ സംസ്കാരവും ജ്ഞാനാഗ്നി സർവകർമ്മം ഭസ്മസാൽ കുരുതേ, ജ്ഞാനമായ ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് സർവകർമ്മ സംസ്കാരങ്ങളെയും ഭസ്മമാക്കി തീർക്കുന്നു. നമ്മുടെ എല്ലാ കർമ്മ സംസ്കാരങ്ങളും അതോടുകൂടി നശിക്കുമ്പോൾ നാം മോക്ഷത്തിനർഹരാവുകയും ചെയ്യുന്നു. പിന്നീട് ശരീരമെടുക്കാൻ കാരണം ഈ സൂക്ഷ്മ ശരീരമാണ്. മനസ്സും ബുദ്ധിയും അഹങ്കാരവും അതുപോലെ പ്രാണനും ചേർന്ന ഇവയാണ് നമുക്ക് അടുത്ത ശരീരം എടുക്കാൻ കർമ്മവാസനകളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അവ ഇവിടെ വെച്ച് നശിക്കുന്നു. ദേഹോഹ ബുദ്ധിക്ക് പകരം
ആത്മോഹബുദ്ധിയായി മാറുന്നു. എല്ലാ വാസനകളും ക്ഷയിച്ച് നമുക്ക് ശരീരം ഒരു ഉടുപ്പ് പോലെ മാത്രം നമ്മിൽ നിന്നും വേർപെട്ട ഒന്നായി മാറുന്നു. നാം ആ പരമസത്യം തന്നെയാണെന്ന ബോധം ഉദയം ചെയ്യുന്നു. പിന്നെ ജീവൻ ഈശ്വരനായി മാറുന്ന പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. പിന്നീട് നാം ഈ ജനിക്കുക മരിക്കുക എന്ന ക്ലേശമില്ലാതെ ഏറ്റവും ഉത്കൃഷ്ടമായ ആ പരമമായ കൈവല്യാവസ്ഥയിലേക്ക് എത്തുന്നു. ഒരു ജീവൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണത്. ആ പരമമായ ധാമമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം, പരമമായ ലക്ഷ്യം. അവിടെ നിന്നാണ് നാം വന്നിരിക്കുന്നത്, അവിടേക്കാണ് നാം പോകേണ്ടത്. നമ്മളെല്ലാവരും അവിടെ നിന്ന് വന്നതാണ്. ഇവിടെ നമ്മുടെ സ്വരൂപം മറന്ന് ഇതൊക്കെ സത്യമാണെന്ന് ഭ്രമിച്ച് ഇതൊക്കെ സമ്പാദിക്കാനുള്ള ശ്രമം നമ്മെ കൂടുതൽ കൂടുതൽ പതിതരാക്കുകയും ചെയ്യുന്നു. അതിനാൽ നാം വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം. പുണ്യകർമ്മത്താൽ മനുഷ്യൻ ദിവ്യലോകഭോഗങ്ങളും നേടും, എണ്ണ തീർന്നർക്കിടും ദീപം കണക്കുതൻ പുണ്യമറ്റി മുടൽ തേടും.